നോക്ക്, നമ്മുടെ ബാങ്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഉടൻ പോയി മേഡത്തിന്റെ കാശ് എടുത്തോണ്ട് വരാം. സംശയമുണ്ടോ? അല്ല, ഇതെന്താണ്? ഇവിടെയുമുണ്ട് പെൻ, അവിടെയുമുണ്ട് പെൻ. ഇവിടെ എല്ലാവരും പെണ്ണാണ് ഉപയോഗിക്കുന്നത്. ഞാനും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. സർ, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അടുത്ത കൗണ്ടറിലേക്ക് പോകൂ, ഞാൻ അല്പം ബിസിയാണ്. ഇതെന്താ മൈൽപീലി? ഹേയ്, വാട്ട് ഹാപ്പൻഡ്? ഒരു പെന്നൊന്ന് തരുവോ? ഇപ്പൊ തന്നെ തന്നേക്കാം. ഇത്രയും പെയിൻ മതിയോ അതോ ഇനിയും വേണോ? കവിത ചൊല്ലുന്ന ആളാണെന്നാ തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും ഒരുപാട് പെയിൻ ചോദിക്കുന്നത്. എന്റെ ചേട്ടാ, ഞാൻ ചോദിച്ചത് പെയിൻ അല്ല, എഴുതുന്ന പെന്നാണ്. രാവിലെ കണിയുണ്ടത് ശരിയല്ലെന്ന് തോന്നുന്നു. മാഡം, എന്റെ അമ്മേ, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. വലിയ പണിയൊന്നും എടുത്തിട്ടില്ലോ, പിന്നെ എന്താണ് ഇത്ര ക്ഷീണം? ഒരു പണിയും ചെയ്യാത്തോണ്ടായിരിക്കും എനിക്കിപ്പോ വല്ലാത്ത ക്ഷീണം. അല്ല, എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഉടൻ തന്നെ കാശെടുക്കണം. ഇതൊക്കെയാണ് വലിയ കാര്യം. 5-10 രൂപയ്ക്ക് വേണ്ടിട്ട് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ പിള്ളേരെ? മേഡം, ഞങ്ങളുടെ കാശല്ല, ഞങ്ങളുടെ മേഡത്തിന്റെ കാശ് എടുക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കാര്യം തെളിച്ച് പറയ്. ലീഫ് എടുത്ത് അതിലെഴുതി സൈൻ ചെയ്തേക്ക്, എന്നിട്ട് കാശെടുക്ക്. എന്നാ സ്ലിപ്പ് തരൂ. ദേ ഇപ്പൊ തരാം, പക്ഷെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുവാണ്. ഇത് കൊള്ളാലോ, നല്ല ബാങ്ക് ആണല്ലോ ഇത്. ഞാൻ അറിയാതെ തന്നെ ഞാൻ പുതിയ ഷർട്ട് ഇട്ടിരിക്കുകയാണല്ലോ. ഈ പേനയ്ക്ക് തന്നേക്ക്. ഇതെന്റെ പേനയാ, ഞാൻ തരില്ല. എന്താ ഇത്? ലെവൽ 1 വീണ്ടും കളി തുടങ്ങണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ വീണ്ടും എൻട്രീസ് തുടങ്ങണമെന്നാണ്. പേന കൊണ്ടല്ല, തൂമാല കൊണ്ടാണ് എഴുതേണ്ടത്. ഇത് പഴയ കാലത്തെ ഉള്ളതാണ്. തൂമാല കൊണ്ട് എഴുതൂ. ബാങ്കിന്റെ അവസാനത്തെ പേനയും പോയി കിട്ടി. ഇന്ന് മുതൽ നമ്മൾ എഴുതാനായിട്ട് ഈ മയിൽപീലിയാണ് ഉപയോഗിക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ ഈ പീലികളുണ്ടല്ലോ, അത് പേനയാണ്. ആ പീലികൾ വെച്ച് നോട്ടിലോ പേപ്പറിലോ എവിടെ വേണേലും എഴുതാം. നോട്ടിൽ എഴുതി കഴിഞ്ഞാൽ ഏത് പാർട്ടിയിലും നിങ്ങൾക്ക് എൻട്രി ആവാം. പക്ഷെ ഇന്നത്തെ കാലത്ത് മയിൽപീലി വെച്ച് ആരാ എഴുതുക? എന്റെ കുഞ്ഞെ, പേന വന്നതിന് ശേഷം മയിൽപീലികൾ ആരും ഉപയോഗിക്കാതായിരിക്കുകയാണ്. മയിൽപീലി കൊണ്ട് എഴുതുന്നത് എത്ര സുഖകരമാണെന്ന് അറിയാമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ മുത്തശ്ശി പറയുമായിരുന്നു, പോ ഇവിടുന്ന്. അല്ല, ഇതെന്ത് ഇമോഷനാണ്? വെറുപ്പിന്റെ ഇമോഷനാണിത്. നിങ്ങൾ മയിൽപീലി ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഹർട്ടായിരിക്കുകയാണ്. കുഞ്ഞ്, ഹർട്ട് എന്ന് വെച്ചാൽ ദുഃഖമാണ്. ദുഃഖമെന്നാൽ ജീവിതമാണ്. ജീവിതമെന്നാൽ ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേ വന്നാൽ തീർച്ചയായും പാർട്ടി നടത്തും. പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങും. സംശയമുണ്ടോ? എന്റെ കുഞ്ഞെ, നമ്മളിതാ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മയിൽപീലി വെച്ച് എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട്. ഇത്രയും മുത്തശ്ശന്മാരോ? അതെ, അവരൊരുപാട് പേരുണ്ടല്ലോ. അതിൽ ഒരാളുടെ പേര് പർവീന്ദർ എന്നാണ്. ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത്. അതിന്റെ പേപ്പർ വർക്ക് മുഴുവൻ എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശനാണ് ഷാജഹാൻ എഴുതി കൊടുത്തത്. മയിൽപീലി കൊണ്ട് എഴുതി എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ അക്ബർ ചക്രവർത്തി വരെ തടഞ്ഞിട്ടുണ്ട്. എന്ത്? അക്ബർ നിങ്ങൾ നിർത്തിയെന്നോ? അദ്ദേഹം എഴുതിയത് ദയവായി മുന്നോട്ട് വരരുതെന്നാ. മുന്നിൽ കുഴിയുണ്ട്. അദ്ദേഹം നിന്നു. എന്റെ കുഞ്ഞെ, കുഴി എന്നാൽ ആഴമാണ്. ആഴമുള്ള കുഴിയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ താഴേക്ക് പോകും. അവർ താഴേക്ക് പോയാൽ പാർട്ടി തീർച്ചയായിട്ടും നടക്കുമല്ലോ. അടിപൊളി. തോരൻ വെക്കാൻ എടുക്കും മുട്ടക്കോസ്. അങ്ങേക്ക് ഞാൻ പറയുന്നു താങ്ക് യു ബോസ്. ആ മയിലെവിടെ പോയി? ആ മയിലെവിടെ പോയി? എവിടെ പോയി? എന്തു പറ്റി കണ്ണ സാറേ? എടാ പിള്ളേരെ, ഒട്ടിക്കണമെങ്കിൽ വേണം ഗം സൊല്യൂഷൻ. എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഇന്ന് പ്രൊമോഷൻ. അടികൈ. ആഹാ, ഞാൻ ഈ പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ
തന്റെ പ്രൊമോഷൻ ഫൈനലായി കഴിയുമല്ലോ. അയ്യോ വേണ്ട. ആഹാ കണ്ണാ, പേപ്പർ നശിച്ചു പോയിരിക്കുകയാണ്. ഇനി തന്റെ പ്രൊമോഷൻ അടുത്ത വർഷം മാത്രമേ കിട്ടുകയുള്ളൂ. കന്നാ സാറേ, ഇതാ സീറ്റ്സ് കഴിക്കൂ. പ്രൊമോഷൻ കിട്ടിയിരിക്കുവല്ലേ? പക്ഷെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ. അത് അങ്ങേക്കല്ലെന്നേ, എന്റെ പ്രൊമോഷൻ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ വല്ലാത്ത സന്തോഷത്തിലാ. കഴിക്കേ. എന്റെ പിള്ളേരെ, കാറില്ലാതെ ഞാൻ ഇന്നലെ വീട് വരെ നടന്നു പോയി. എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. ഇതെല്ലാം ആ മയിലിന്റെ പണി തന്നെയാ. എന്റെ മയിലേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. പേന കൊണ്ട് ആകുന്ന കാര്യങ്ങളൊക്കെ പീലി വെച്ച് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. പേനയാണ് വളരെ ഈസി. മയിൽപീലിയെ ഒരിക്കലും ചെറുതായിട്ട് കരുതരുത്. ഇത് വെച്ച് പല ആൾക്കാരുടെയും വായ തുറന്നിട്ടുണ്ട്. വായ എങ്ങനെയാ തുറന്നത്? വല്ലാതെ ക്ഷീണിച്ചു പോ എന്റെ ചേട്ടാ. നിങ്ങൾ കണ്ടോ ഇവരുടെ വായ എങ്ങനെയാ തുറന്നതെന്ന്? ഞാനിപ്പതാ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മയിൽപീലിയെ കുറിച്ച്. ഇവന് മനസ്സിലാക്കി കൊടുക്കാൻ വേറെ വഴിയാ ഉള്ളത്. മത്സരം. എന്നാ നമുക്ക് തുടങ്ങാം മത്സരം. നിങ്ങൾ മയിൽപീലി കൊണ്ട് ബുക്ക് എഴുത, ഞങ്ങള് പേന കൊണ്ട് ബുക്ക് എഴുതാ. എന്നിട്ട് നോക്കാം ആരാണ് ആദ്യം എഴുതി തീരുന്നതെന്ന്. നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്ക്. നിങ്ങളെ 4 പേരെയും തോൽപ്പിക്കാനായിട്ട് ഞാൻ തന്നെ ധാരാളമാണ്. എങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. രണ്ടു കാലം കൂട്ടിവെച്ചാലാകും അറ്റൻഷൻ. ഈ മയില് കാരണം നശിച്ചു എന്റെ പ്രൊമോഷൻ. വെറുതെ കിടന്ന് ചിലക്കല്ലേ എന്റെ ഖന്ന സാറേ. പോയത് എന്റെ പ്രൊമോഷൻ ആണല്ലോ. എന്തായാലും കോമ്പറ്റീഷൻ തുടങ്ങിയേക്ക്. ഒരു കാട്ടിലുണ്ടായിരുന്നു ഒരു തത്തമ്മ. അവൻ കോഴിയെ തല്ലി കിയോ കിയോ, പുലിയെ തല്ലി പിയോ പിയോ, കാക്കകളെ ഓടിച്ചു കാ കാ. ഈ ബുക്കിന്റെ പേരാണ് പാപ്പോ. പോപ്പട്ടാണ് ഇതിന്റെ രചയിതാവ്. അല്ല, നീ എന്താ എഴുതുന്നേ? ഞാനിപ്പോ റേസിനെ കുറിച്ചാണ് എഴുതിയത്. വായിക്കേ. ടിക്കടിക് 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 ടിക്കടിക്. അല്ല, ഇതെന്താ? എട കഴുത കുതിര ഓടിക്കൊണ്ടിരിക്കാണ്. ഇടയ്ക്ക് 2 പേജിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അത് കുതിര റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. പിന്നെ ക്ലൈമാക്സിൽ വരൂ. ഗുട്ടു ഗുട്ടു. ഈ ഗുട്ടു ഗുട്ടുക്കെന്ന് പറഞ്ഞ എന്താ? കുതിര ഓടി ക്ഷീണിച്ചു, അതുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. അയ്യോ, ഇവന്റെ ശരീരം തന്നെ ഒരു പെൻ സ്റ്റാൻഡാണ്. ബുക്ക് എഴുതി തീർന്നു. മഷിക്കുപ്പിയാണെങ്കിൽ തുറക്കൊന്നുമില്ല, എഴുതേണ്ട പേജുകളാണെങ്കിൽ തീർന്നു പോയല്ലോ. അയ്യോ, നിങ്ങൾ പെന്നുകൊണ്ട് എഴുതിയിരുന്നെങ്കിൽ ബുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാമായിരുന്നു. ഇത്രയും സമയം നഷ്ടപ്പെടില്ലായിരുന്നു. എന്റെ പിള്ളേരെ, തെറ്റിദ്ധരിക്കല്ലേ. താൻ എനിക്കൊരു പീലി തന്നു കഴിഞ്ഞാൽ ഈ മയിൽപ്പീലി വെച്ച് ഞാൻ എന്റെ കവിതകൾ എഴുതും. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണ സാറേ. ഇദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കി. എന്റെ ചേട്ടായി, നിങ്ങൾക്ക് ഈ സൗന്ദര്യം തരുന്ന തന്നെ നിങ്ങളുടെ മയിൽപ്പീലിയാണ്. അതവിടെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ പെൻ യൂസ് ചെയ്യൂ.
നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ എന്റെ അടുത്ത ബുക്ക് പേന കൊണ്ട് തന്നെ എഴുതും. കാരണം എന്താണെന്ന് വെച്ചാൽ പേനയുണ്ടെങ്കിൽ പേപ്പർ ഉണ്ട്, പേപ്പർ ഉണ്ടെങ്കിൽ എക്സാം ഉണ്ട്, എക്സാം ഉണ്ടെങ്കിലേ കുട്ടികളെ ഉണ്ടാവൂ, കുട്ടികളുണ്ടെങ്കിലേ കേക്ക് ഉണ്ടാവൂ, കേക്ക് ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും പാർട്ടിയും ഉണ്ടാകും. ഇയാൾ എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ട് പാർട്ടിയിലാണല്ലോ നിർത്തുന്നത്. എന്തായാലും ഒരു പാർട്ടി അങ്ങ് നടത്തിക്കളയാം.